ഹലോ, എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഐദുവിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഐദുവിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ബോക്സ്, പെയിൻറ്റ്, ബ്രഷ്, പിന്നെ പെൻസില്, ഷാർപ്നർ, ഇറേസർ, പെൻസിൽ ഗ്രിപ്പ്, പിന്നെ കളറിംഗ് ബുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കറ്റിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചായിരുന്നു, പക്ഷേ റാപ്പർ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തലേ ദിവസമാണ് ഗിഫ്റ്റ് റാപ്പർ വാങ്ങിയത്. അപ്പോൾ പിന്നെ രാത്രി തന്നെ ഒരു ലേറ്റായിട്ട് കുറച്ച് 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനും ഇക്കായും കൂടെ ഇത് റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക എനിക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ തരുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 5th ഹാപ്പി ബർത്ത്ഡേ ഐദിൻ നഫ്തൽ എന്നൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ഇക്ക ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 24 എണ്ണം റെഡി ആക്കണം കേട്ടോ. ഇപ്പോൾ ഐദുവിൻ്റെ ക്ലാസ്സിൽ 24 കുട്ടികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ 24 എണ്ണവും നമ്മൾ റെഡിയാക്കി എടുക്കുവാണ്. അങ്ങനെ 2-3 മണിക്കൂർ നമ്മൾ ശ്രമത്തിനൊടുവിൽ ഇതെല്ലാം റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഐദൂസ് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും സോപ്പ് ഇട്ട് നിർത്തുവാണ് കേട്ടോ. അവന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അത്രയും സമയം പോലും അവന് അടങ്ങി നിൽക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ബർത്ത്ഡേ അല്ലേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ദേഷ്യം വന്നത് എൻ്റെ അടുത്ത് തെറ്റി എന്നെ വഴക്ക് പറയാൻ കേട്ടോ. എന്തിനാണ് ഇത്രയും ഫോട്ടോ എടുക്കുന്നത്, കുറേ സമയമായില്ലേ, സമയം ലേറ്റായി, സ്കൂൾ ബസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തത് കേട്ടോ. പിന്നെ ഒരുപാട് സമയം ഞാൻ നിർത്തിയില്ല, കാരണം ആൾ നല്ല മൂഡിലല്ലേ. പിന്നെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ മതിയായിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ. അവനെ സ്കൂൾ ബസ്സിൻ്റെ അവിടേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ ഞാനും ഐദും കൂടെ താഴെ എത്തിയപ്പോൾ ഐദു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഫ്രണ്ട്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഐദുവിൻ്റെ ബസ് വന്ന് ഐദു ബസ്സിൽ കയറി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുക്കിംഗ് പരിപാടിയിലേക്ക് തിന്ന്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനിയാണ് കേട്ടോ. ഞാൻ കറി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് പായസം ഉണ്ടാക്കി. ബർത്ത്ഡേക്ക് പിന്നെ പായസം ഇല്ലാതെ എന്ത് ബർത്ത്ഡേ ആണല്ലേ. അങ്ങനെ അതേ പായസം ഉണ്ടാക്കി. ഇത് സേമിയ പായസമാണ് കേട്ടോ. ചെറിയ സേമിയ ഉണ്ടല്ലോ, കട്ടിയില്ലാത്ത സേമിയ, തിന്നായിട്ടുള്ള ആ സേമിയ വെച്ചിട്ടുള്ള പായസം ഉണ്ടാക്കി. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും വന്നതിന് ശേഷമാണ് ഞങ്ങളിത് ഡെക്കറേഷനൊക്കെ തുടങ്ങിയത്. പിന്നെ ഐദു വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല കേട്ടോ. അപ്പോൾ ഐദു വന്ന് അങ്ങനെ അമീനും ഞാനും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറേ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു പാർട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ ചെറിയ രീതിയിലാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അമീനും ഉണ്ട്. എനിക്ക് പനിയാണ്, തീരെ വയ്യായിരുന്നു. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അടുത്ത ബർത്ത്ഡേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം, സ്പൈഡർമാൻ്റെ കേക്ക് വേണം എന്നൊക്കെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീമിൽ തന്നെ കളറാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ, റെഡും ബ്ലൂ ഒക്കെ ആയിട്ട്. അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറേ ബലൂണൊക്കെ വാങ്ങിച്ച് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് അവസാനം നമ്മളിത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബർത്ത്ഡേയുടെ വൈയൊക്കെ പോയിട്ടുണ്ട്. ഇത് വന്നപ്പോൾ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ അവന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കാറ് വണ്ടി തന്നെ വെച്ചിരിക്കുകയായിരുന്നു, അത് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇത് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴത്തേക്ക് ഇതാ അവന് സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടോ. പിന്നെ കാറ് കിട്ടിയതിന് ശേഷം കുറേ സമയം കാറിൽ തന്നെ ആയിരുന്നു കേട്ടോ കളി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ഇക്ക കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൽ 5 എന്ന് എഴുതുന്നതിന് പകരം 6 എന്നാണ് കേട്ടോ ആയിപ്പോയി. പിന്നെ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഫൈനലി നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡ്രസ്സും കേക്കും കാറും എല്ലാം ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഐദുവിന് 5 വയസ്സായി കേട്ടോ. 5 വയസ്സായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ. സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അവന് 2.5 മാസമായപ്പോഴാണ് അവനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ആ 2.5 മാസം മുതൽ 5 വയസ്സ് വരെയും അവനെ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് ആരുടെയും സഹായം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷേ എന്നാലും ഇപ്പോൾ അവസാനം ഈ 5 വർഷം അവനെ ഞാൻ ഒറ്റയ്ക്കാണ് നോക്കിയത്, ഞാൻ ഒറ്റയ്ക്കാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തത് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര
ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കതിന് കഴിഞ്ഞല്ലോ. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ 2.5 മാസമുള്ളൊരു കുഞ്ഞിൽ നിന്ന് ഈ 5 വയസ്സുള്ള അവനിലേക്ക് എത്തിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാർ കാണും, പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. പിന്നെ അതേ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഇത് ഐദുവിന് സ്പൈഡർമാൻ കഴിച്ചു നോക്കാനുണ്ട്, സ്റ്റിക്കറായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കെട്ടിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഫുഡ് കഴിച്ചു കേട്ടോ. ബീഫൊന്നും ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറേ കഴിച്ചു തരണം. അങ്ങനെ പിന്നെ അപ്പവും നെയ്മീൻ കറിയാണ് കേട്ടോ, വറുത്തരച്ച നെയ്മീൻ കറി, നെയ്മീൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.